ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ ലളിതാംബികായൈ നമ. ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുപ്രഭാതം, ശുഭദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 50 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിച്ചത്. 50 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പം 192 നാമങ്ങൾ പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ശ്ലോകങ്ങൾ 51 മുതൽ 55 വരെ. ആദ്യം നമുക്ക് ശ്ലോകം ഒന്ന് വായിക്കാം. ദുഷ്ടദൂരാ ദുരാചാരശമനീ ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധികവർജിത സർവശക്തിമയീ സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരീ സർവമയീ സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രരൂപ മനോന്മനി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മീർമൃഡപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർമഹാരഥി മഹാഭോഗ മഹൈശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർമഹാസിദ്ധി മഹായോഗീശ്വരേശ്വരി. ഇതാണ് പഠിക്കേണ്ടത്. ആദ്യത്തെ ശ്ലോകം എടുക്കാം. 6 നാമങ്ങളാണ് ആദ്യത്തെ ശ്ലോകത്തിലുള്ളത്. ദുഷ്ടദൂര ദുരാചാരശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധികവർജിത. 6 നാമങ്ങൾ. ആദ്യത്തെ നാമം ദുഷ്ടദൂര, ദുഷ്ടന്മാർക്ക് ദൂരെയായുള്ളവൾ. എങ്ങനെയാണോ സൂര്യഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുന്തോറും ചൂട് കൂടുന്നത്, അതുപോലെ നമ്മൾ ദേവിയുടെ അടുത്തേക്ക് ചെന്നാലേ ദേവിയെ പറ്റി കൂടുതൽ അറിയാൻ പറ്റും. അപ്പം ദുഷ്ടന്മാർക്ക് ദേവിയുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്നു ദേവി, നന്നാക്കാൻ നോക്കുകയും ചെയ്യുന്നു. പിന്നെ അതുപോലെയാണ് ദേവി ദുഷ്ടന്മാർക്ക് ദൂരെ നിൽക്കും, സൂര്യനെ പോലെ. അതുകൊണ്ട് ദേവിക്ക് ദുഷ്ടദൂര എന്ന് പേര്. അടുത്ത നാമം ദുരാചാരശമനി, ദുരാചാരങ്ങളെ നശിപ്പിക്കുന്നു. ദുരാചാരം എന്ന് പറഞ്ഞാലോ, നമ്മുടെയൊക്കെ ഹിന്ദു ഇതനുസരിച്ച് എന്താ പറയുക, സദാചാരം, അതായത് ധർമ്മം അനുസരിച്ച് ജീവിക്കാതെ, ധർമ്മവും ശാസ്ത്രവും ഹിന്ദു സംസ്കാരമനുസരിച്ച് ഹിന്ദുധർമ്മവും ശാസ്ത്രങ്ങളും അറിയാതെ അല്ലെങ്കിൽ അതനുസരിച്ച് ജീവിക്കാതെ ഇരിക്കുന്നവരാണ് ദുരാചാരന്മാർ. അപ്പോൾ ദുരാചാരങ്ങളെ ചീത്ത ആചാരങ്ങളെ ഇല്ലാതെയാക്കുന്നവളാണ് ദേവി. അതുപോലെ അങ്ങനെയുള്ളവരെ ദേവി സന്മാർഗത്തിലേക്ക് നയിക്കാൻ നോക്കും, ഇല്ലെങ്കിൽ ശിക്ഷ കൊടുക്കും. അപ്പം ഈ ദുരാചാരശമനി എന്ന് പറഞ്ഞാൽ സദാചാരത്തെ പോഷിപ്പിക്കുന്നവൾ നമുക്ക് പറയാം. കൂടാതെ കാലം കൊണ്ട് വന്നു ചേരുന്ന ചീത്ത ആചാരങ്ങളെ നീക്കി സദാചാരത്തിലേക്ക് നയിക്കുന്നവളാണ് ദേവി. അപ്പം ശാസ്ത്രവേദ നിഷിദ്ധങ്ങളായ ആചാരങ്ങളെ ദേവി നശിപ്പിച്ചു കളഞ്ഞ് സദാചാരത്തിലേക്ക് ഭക്തരെ നയിക്കുന്നു. അതുകൊണ്ട് ദേവിക്ക്
ദുരാചാര ശമനി എന്ന് പേര്. അടുത്ത നാമം ദോഷവർജിത. ദോഷവർജിത, ദോഷങ്ങളെയൊക്കെ വർജിക്കുന്നു, നിഷേധിക്കുന്നു. അപ്പോൾ ദോഷവർജിത എന്ന് പറഞ്ഞാൽ ദോഷങ്ങളെ വർജിക്കുന്നവൾ, നശിപ്പിക്കുന്നവൾ എന്നർത്ഥം. അതായത് ദേവി പരിശുദ്ധയാണ്, ദോഷങ്ങളൊന്നും ദേവിയിലില്ല. അങ്ങനെ ഉണ്ടായാൽ അതിനെ ദേവി നശിപ്പിക്കുന്നു. ഇനി സർവജ്ഞ, എല്ലാം അറിയുന്നവൾ, എല്ലാ അറിവുകൾക്കും അതീതയാണ് ദേവി. എല്ലാ അറിവുകളും ഇല്ലെങ്കിൽ സൃഷ്ടി, സ്ഥിതി, ലയമൊക്കെ നടത്തുമോ ദേവി? അപ്പോൾ അതൊക്കെ നടത്താൻ വേണ്ടി ദേവിക്ക് നല്ല അറിവ് വേണം. അപ്പോൾ എല്ലാം അറിയുന്നവളാണ് ദേവി. പൂച്ച കണ്ണടച്ചുകൊണ്ട് പാല് കുടിക്കൂല്ലേ? ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല എന്നോർത്ത്. അതുപോലെയല്ല, ദേവി എല്ലാം കാണുന്നുണ്ട്. നമ്മൾ ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, കാണാൻ ദേവിയുണ്ട്. ദേവിക്ക് എല്ലാ ദിക്കിലേക്കും കണ്ണുകളുണ്ട്, എല്ലായിടത്തേക്കും കണ്ണുകളുണ്ട്. എല്ലാം സർവത്ര എല്ലായ്പ്പോഴും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ദേവി. അപ്പോൾ എല്ലാം അറിയുന്നവളാണ് ദേവി. അതുകൊണ്ട് സർവജ്ഞ എന്ന് ദേവിക്ക് പേര്. അടുത്ത നാമം സാന്ദ്ര കരുണ, സാന്ദ്രമായ കരുണയോടുകൂടിയവൾ. സാന്ദ്രം എന്ന് പറഞ്ഞാലോ നിറഞ്ഞത്, തിങ്ങിയത്, ഇടതൂർന്നത് എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇടതൂർന്ന കരുണയോടുകൂടിയവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് പേര് സാന്ദ്ര കരുണ. ഇനി അടുത്ത നാമം സമാനാധികവർജിത. സമാനാധികവർജിത, സമാനമായ, അതായത് തുല്യമായിട്ടൊന്നുമില്ല, സമാനമായിട്ട് ആരുമില്ല, ഒന്നുമില്ല. അതായത് സമാനതയില്ലാത്തവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് സമാനാധികവർജിത, അതിനെ അതിക്രമിച്ചവളാണ്. അപ്പം സമാനതകളില്ലാത്തവൾ എന്നർത്ഥം. അപ്പോൾ ഈ ശ്ലോകത്തിൽ ദുഷ്ടന്മാർക്ക് ദൂരെയായുള്ളവൾ, ദുഷ്ടരെ നശിപ്പിക്കുന്നവളെന്നും പറയാം. ദുരാചാരശമനി, ദുരാചാരങ്ങളെ ഇല്ലാതാക്കുന്നവൾ, സദാചാരത്തെ പോഷിപ്പിക്കുന്നവൾ. ദോഷവർജിത, ദോഷങ്ങളെ വർജിക്കുന്നവൾ, ദോഷങ്ങളെ നശിപ്പിക്കുന്നവൾ. സർവജ്ഞ, എല്ലാം അറിയുന്നവൾ. സാന്ദ്രകരുണ, സാന്ദ്രമായ കരുണയോടുകൂടിയവൾ. സമാനാധികവർജിത, സമാനമായി ആരുമില്ലാത്തവൾ, അല്ലെങ്കിൽ ദേവിയെ നിയന്ത്രിക്കാൻ ആരുമില്ല, സമാനതകളില്ലാത്തവൾ എന്ന് ഈ ശ്ലോകം. ദുഷ്ടദൂരാചാരശമനീ ദോഷവർജിത, സർവജ്ഞ സാന്ദ്രകരുണ, സമാനാധികവർജിത. അടുത്ത ശ്ലോകം. സർവശക്തിമയീ സർവമംഗള സൽഗതിപ്രദ, സർവേശ്വരി സർവമയീ സർവമന്ത്രസ്വരൂപിണി. 6 നാമങ്ങളാണ് ഇതിലുമുള്ളത്. സർവശക്തിമയീ, സർവമംഗള, സൽഗതിപ്രദ, സർവേശ്വരി, സർവമയീ, സർവമന്ത്രസ്വരൂപിണി. ഇവിടെ സർവശക്തിമയീ, സർവശക്തികൾക്കും ആധാരയായിരിക്കുന്നവൾ. എല്ലാ ശക്തികളും ദേവിയുടെ ശക്തിയാണ്. അപ്പം എല്ലാ ശക്തികൾക്കും ആധാരയായിരിക്കുന്നത് ആരാണ്? ദേവിയാണ്. അതുകൊണ്ട് സർവശക്തിമയീ. ഇനി ദേവിയുടെ പറയുകയാണെങ്കിൽ ദേവിയുടെ ശക്തി കൊണ്ടാണ് ദേവി ത്രിമൂർത്തികൾ എല്ലാവരും, ദേവന്മാരൊക്കെ അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി ദേവിയുടെ ശക്തിയെപ്പറ്റി ഉദാഹരണം പറയുകയാണെങ്കിൽ, ദേവി മാഹാത്മ്യത്തിന് മഹിഷാസുരനെ കൊല്ലുന്ന ആ ദേവി സർവശക്തിമയാണെന്നുള്ളതിന് ഉദാഹരണം. മഹിഷാസുരൻ എല്ലാ ദേവന്മാരെയും പുറത്താക്കി ഇന്ദ്രലോകം വരെ പിടിച്ചടക്കി ബ്രഹ്മാവിൻ്റെ ഇത് കിട്ടി, തപസ് ചെയ്ത് ബ്രഹ്മാവിൻ്റെ വരം മേടിച്ചു. എന്നെ കൊല്ലുന്നതൊരു സ്ത്രീ ആയിരിക്കണം. അപ്പോൾ മഹിഷാസുരനെ കൊല്ലാൻ വേണ്ടി ദേവി എല്ലാ ദേവന്മാരുടെയും ശക്തിയിൽ നിന്ന് ഒരു ശക്തി ഉണ്ടായി. ആ ശക്തിക്ക് ദേവന്മാർ അവരവരുടെ എല്ലാ ശക്തികളും ആയുധങ്ങളും
ഗുണങ്ങളും എല്ലാം കൊടുത്ത് ഒരു ദുർഗാദേവിയായി മാറി. ആ ദേവി ദുർഗാദേവിയാണ് മഹിഷാസുരനെ കൊല്ലുന്നത്. ആ ദേവിക്ക് ശിവ എന്നും പേരുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ദേവിയുടെ ശക്തിയാണ്. അപ്പം സർവശക്തിമയിയാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് സർവശക്തിമയി എന്ന് പേര്. ഇനി എല്ലാവരുടെയും ശക്തി ദേവിയുടെ ശക്തിയാണ്, ദേവി കൊടുത്ത ശക്തിയാണ്. അടുത്ത നാമം സർവമംഗള, സർവത്തിനും മംഗളത്തെ കൊടുക്കുന്നവൾ. മംഗളം എന്ന് പറഞ്ഞാലോ ശുഭം, നല്ല കാര്യങ്ങൾ, എല്ലാ നല്ല കാര്യങ്ങളും ദേവിയാണ് കൊടുക്കുന്നത്. അപ്പം എല്ലാത്തിനും അല്ലെങ്കിൽ എന്താ പറയുക, സർവത്തിനും മംഗളത്തെ കൊടുക്കുന്നവൾ എന്നർത്ഥം. സൽഗതിപ്രദ, സൽഗതിയെ ദാനം ചെയ്യുന്നവൾ. സൽഗതി എന്ന് പറഞ്ഞാൽ എന്താണത്? മോക്ഷം അല്ലേ? മോക്ഷപ്രാപ്തിയാണ് സൽഗതി. അപ്പോൾ ആ സൽഗതിയെ ദാനം ചെയ്യുന്നവൾ ദേവിയാണ്. അതായത് നമ്മൾക്ക് ഈ ജന്മത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ വേണ്ടി പുനർജന്മം തന്ന് നമ്മളെ, ആ പുനർജന്മവും കഴിഞ്ഞ് നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു ദേവി. അപ്പോൾ ഇതൊക്കെ ദേവിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സൽഗതിയെ ദാനം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ സൽഗതിപ്രദ. ഇനി സർവേശ്വരി, എല്ലാത്തിനെയും ഈശിക്കുന്നവൾ, അല്ലെങ്കിൽ സർവത്തിനും ഈശ്വരിയായിരിക്കുന്നവൾ. ഈശിക്കുക, ഭരിക്കുക, നിയന്ത്രിക്കുക. ഇനി ഈശിക്കുന്നതിൽ വരൻ, ഈശ്വരൻ, അതിൻ്റെ സ്ത്രീലിംഗം ഈശ്വരി, എല്ലാത്തിനെയും ഈശിക്കുന്നവൾ ഈശ്വരി. അപ്പം സർവേശ്വരി എന്നതിന് ജഗദംബ, ജഗത്തിൻ്റെ മുഴുവൻ അമ്മയാണ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ദേവിയാണ്. അതുകൊണ്ട് ദേവിക്ക് ജഗദംബ എന്നും പേര് പറയാം. സർവേശ്വരിയാണ് ദേവി. അടുത്ത നാമം സർവേശ്വരി. സർവേശ്വരി കഴിഞ്ഞു സർവമയി, എല്ലാം സർവരാലും അല്ലെങ്കിൽ സർവരെയും ആകർഷിക്കപ്പെടുന്നവൾ, എല്ലാവരിലും ആകർഷണമുണ്ടാക്കുന്നവൾ. അതായത് സർവസ്വരൂപിണി, നമ്മുടെ സർവമയി. ആ മായ കൊണ്ട് ദേവി നമ്മളെ എല്ലാവരെയും അല്ലേ, ഒരു സപ്തശ്ലോകിയിൽ, ദുർഗാ സപ്തശ്ലോകിയിൽ ആദ്യത്തെ ശ്ലോകം, ഓം ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതി ഹിസ ബലാദാകൃഷ്യമോഹായ മഹാമായ പ്രേച്ഛതി. അല്ലേ, നമ്മുടെ എല്ലാ പണ്ഡിതന്മാരെ പോലും ദേവി മായ കൊണ്ട് എല്ലാവരെയും പിടിച്ചു വലിച്ചഴച്ച് നമ്മളെയെല്ലാം മോഹിതരാക്കുന്നു എന്ന് ആ ശ്ലോകം. അത് സർവമയി, അതും ഈ ദേവിക്ക് ഇതാണ്. ഇവിടെ സർവമയിയാണ് ദേവി, അതുകൊണ്ടാണ് പറ്റുന്നത്. എല്ലാ മായകളുമുണ്ട് ദേവിയിൽ. അപ്പോൾ സർവസ്വരൂപിണിയായവൾ, എല്ലാ രൂപവുമുള്ളവളെന്നൊക്കെ അർത്ഥം. അടുത്ത നാമം സർവമന്ത്രസ്വരൂപിണി, സർവമന്ത്രങ്ങൾക്കും സ്വരൂപിണിയായിരിക്കുന്നവൾ. മന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ മനനം ത്രായതേ ഇതി മന്ത്രം എന്നാണ് പറയുന്നത്. അപ്പം മനനം കൊണ്ട് ത്രാണനം ചെയ്യുന്നവളാണ് ദേവി. അതുകൊണ്ട് സർവമന്ത്രസ്വരൂപിണി എന്ന് ദേവിക്ക് പേര്. എല്ലാ മന്ത്രങ്ങളുടെയും രൂപമായിരിക്കുന്നവൾ സർവമന്ത്രസ്വരൂപിണി. അപ്പോൾ ഈ ശ്ലോകത്തിൽ സർവശക്തിമയി, സർവശക്തികൾക്ക് ആധാരയായിരിക്കുന്നവൾ, സർവമംഗള, സർവത്തിനും മംഗളത്തെ നൽകുന്നവൾ, സൽഗതിപ്രദ, സദ്ഗതിയെ ദാനം ചെയ്യുന്നവൾ, സർവേശ്വരി, സർവത്തിനും ഈശ്വരിയായിരിക്കുന്നവൾ, സർവമയി, സർവസ്വരൂപിണിയായിരിക്കുന്നവൾ, സർവമന്ത്രസ്വരൂപിണി, സർവ മന്ത്രങ്ങൾക്കും സ്വരൂപമായിരിക്കുന്നവൾ, സർവമന്ത്ര സ്വരൂപിണി. അപ്പോൾ ഈ ശ്ലോകം ഒന്ന് വായിക്കാം. സർവശക്തിമയി, സർവമംഗള, സൽഗതിപ്രദ, സർവേശ്വരി, സർവമയി,
സർവമന്ത്രസ്വരൂപിണി. അടുത്തതിൽ 7 നാമങ്ങളുണ്ട്. സർവയന്ത്രാത്മിക, സർവതന്ത്രരൂപ, മനോന്മനി, മാഹേശ്വരി, മഹാദേവി, മഹാലക്ഷ്മീർമിടപ്രിയ. 7 നാമങ്ങൾ. സർവയന്ത്രാത്മിക, സർവതന്ത്രരൂപ, മനോന്മനി, മാഹേശ്വരി, മഹാദേവി, മഹാലക്ഷ്മി, മൃഡപ്രിയ. അപ്പം സർവയന്ത്രാത്മിക ആദ്യത്തെ നാമം. സർവയന്ത്രങ്ങൾക്കും ആത്മാവായിരിക്കുന്നവൾ, സർവയന്ത്രങ്ങളുടെയും ആത്മാവായിരിക്കുന്നവൾ. യന്ത്രം എന്തൊക്കെയാണ്? യന്ത്രം ശ്രീചക്രം പോലെയുള്ള യന്ത്രങ്ങൾക്കൊക്കെ ആത്മാവായിരിക്കുന്ന ദേവിയാണ്. അപ്പം ദേവിയെ ഉപാസിക്കുന്ന ഒരു ഉപാസനാ രീതിയാണ്, അല്ലെങ്കിൽ ഒരു ഉപാസനയാണ് ശ്രീവിദ്യാമന്ത്രം. അതുപോലെ അതിലുള്ള ഒരു ശ്രീചക്രം, ആ ശ്രീചക്രം പോലെയുള്ള യന്ത്രങ്ങളുടെ ആത്മാവായിരിക്കുന്നത് ദേവിയാണ് എന്നർത്ഥം. അടുത്ത നാമം സർവതന്ത്രരൂപ. സർവതന്ത്രം, എല്ലാ തന്ത്രങ്ങളുടെയും, തന്ത്രം എന്ന് പറഞ്ഞാൽ പൂജകൾ, എല്ലാ പൂജാ സമ്പ്രദായങ്ങളുടെയും രൂപമായിരിക്കുന്നു ദേവി. എല്ലാ പൂജാ സമ്പ്രദായങ്ങൾ എന്ന് പറയുമ്പോൾ തന്ത്രങ്ങൾ 64 തന്ത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ എല്ലാം രൂപമായിരിക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് സർവതന്ത്രരൂപ എന്ന് ദേവിക്ക് പേര്. അടുത്ത നാമം മനോന്മനി. മനസ്സിനെ ഉന്മനി, ഉയർത്തുന്നവൾ. അതായത് മനസ്സിനെ ഉന്മനിപ്പിക്കുന്നവൾ, മനസ്സിൻ്റെ ഉന്മനിയാണ് ദേവി. യോഗമുദ്ര കൊണ്ട് അല്ലെങ്കിൽ യോഗങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ ഉയർത്തുന്നു. മാഹേശ്വരി, മഹേശ്വര പത്നിയാണ് മാഹേശ്വരി. മഹേശ്വര പത്നി, ഗുണാതീത, അതായത് 3 ഗുണങ്ങൾക്കും അതീതയാണ് ദേവി. മഹേശ്വരൻ്റെ പത്നിയുമാണ് മാഹേശ്വരി. അടുത്ത നാമം മഹാദേവി. മഹാദേവി എന്ന് പറഞ്ഞാൽ മഹത്തായ ദേഹത്തോടു കൂടിയവൾ എന്ന് പറഞ്ഞാലോ, മഹാദേവ പത്നി എന്നും അർത്ഥം. എല്ലാവരിലും ശ്രേഷ്ഠ എന്നതുകൊണ്ടും ദേവി മഹാദേവി, എല്ലാവരിലും ശ്രേഷ്ഠയായ ദേവി. പിന്നെ മഹാദേവൻ്റെ പത്നിയായതുകൊണ്ടും. അടുത്തത് മഹാലക്ഷ്മി. മഹത്തായ ലക്ഷണങ്ങളോടുകൂടിയവൾ, എല്ലാ ശുഭലക്ഷണങ്ങളും തികഞ്ഞവൾ. മഹാലക്ഷ്മിയിലെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് മഹാലക്ഷ്മി. അപ്പം ദേവിയുടെ പേര് മഹാലക്ഷ്മി, മഹത്തായ ലക്ഷണങ്ങളോടുകൂടിയവൾ എന്നർത്ഥം. ഇനി അടുത്ത നാമം മൃഡപ്രിയ. മൃഡന് പ്രിയയായിട്ടുള്ളവൾ. മൃഡൻ ആരാണ്? മഹാദേവൻ അല്ലെങ്കിൽ ശിവൻ. ആ ശിവൻ്റെ പത്നി ആയതുകൊണ്ട് മൃഡപ്രിയ. പിന്നെ ആ മൃഡന് പ്രിയ ആയതുകൊണ്ടും മൃഡപ്രിയ എന്ന് ദേവിക്ക് പേര്. അപ്പോൾ ഈ ശ്ലോകത്തിൽ സർവയന്ത്രാത്മിക, എല്ലാ യന്ത്രങ്ങളുടെയും ആത്മാവായിരിക്കുന്നവൾ, മന്ത്രാത്മിക, സർവമന്ത്രങ്ങളുടെയും സർവതന്ത്രരൂപ, സർവയന്ത്രാത്മിക, യന്ത്രങ്ങളുടെ ആത്മാവായിരിക്കുന്ന, അതിനു മുകളിൽ മന്ത്രരൂപ എന്നും ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ മന്ത്രത്തിനും തന്ത്രത്തിനും എല്ലാത്തിനും, യന്ത്രത്തിനും ഒക്കെ രൂപമായിരിക്കുന്നവളാണ് ദേവി എന്ന് ഈ 3 നാമങ്ങൾ കൊണ്ട്. അപ്പോൾ സർവയന്ത്രാത്മിക, എല്ലാ യന്ത്രങ്ങളുടെയും ആത്മാവായിരിക്കുന്നവൾ, സർവതന്ത്രരൂപ, എല്ലാ തന്ത്രങ്ങളുടെയും രൂപമായിരിക്കുന്നവൾ, മനോന്മനി, മനസ്സിനെ ഉയർത്തുന്നവൾ, മാഹേശ്വരി, മഹേശ്വരൻ്റെ പത്നി, മഹാദേവി, മഹത്തായ ദൈവത്തോടു കൂടിയവൾ, എല്ലാവരിലും ശ്രേഷ്ഠ മഹാദേവി, മഹാലക്ഷ്മി, മഹത്തായ ലക്ഷണങ്ങളോടുകൂടിയവൾ, മൃഡപ്രിയ, മൃഡന് പ്രിയയായിട്ടുള്ളവൾ. അപ്പോൾ ഈ നാമം സർവയന്ത്രാത്മിക, സർവതന്ത്രരൂപ, മനോന്മനി, മാഹേശ്വരി, മഹാദേവി,
മഹാലക്ഷ്മീർമിടപ്രിയ. അടുത്ത നാമം, അടുത്ത ശ്ലോകം. മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർമഹാരഥി. മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർമഹാരഥി. ഇതിലും 7 നാമങ്ങൾ. മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തി മഹാരഥി. അപ്പോൾ മഹാരൂപ, വളരെ ശ്രേഷ്ഠമായ രൂപത്തോടു കൂടിയവൾ, മഹത്തായ രൂപത്തോടു കൂടിയവൾ, ആദ്യ രൂപമായ മായയിൽ നിന്നുണ്ടായവളാണ്. അതുകൊണ്ട് മഹാരൂപ. അടുത്തത് മഹാപൂജ്യ, എല്ലാവരാലും പൂജിക്കപ്പെടുന്നവൾ, ത്രിമൂർത്തികളാലും എല്ലാവരാലും പൂജിക്കപ്പെടുന്നവളാണ്. ഇന്ദ്രാദി ദേവന്മാരാലെല്ലാം, ത്രിമൂർത്തികളാലും ഇന്ദ്രാദി ദേവന്മാരാലും എല്ലാം പൂജിക്കപ്പെടുന്നവളായതുകൊണ്ട് മഹാപൂജ്യ, എല്ലാവരാലും പൂജിക്കപ്പെടുന്നവൾ. മഹാപാതകനാശിനി, പാതകം പതിപ്പിക്കുന്ന, പാതകങ്ങളെ പാപങ്ങളെ നശിപ്പിക്കുന്നവൾ. മഹാപാതകനാശിനി. പാതകം എന്ന് പറഞ്ഞാൽ പാപങ്ങൾ എന്നർത്ഥം. പിന്നെ എന്താ അതിന് പറയുക, ദേവിയെ സ്മരിച്ചാൽ തന്നെ ബ്രഹ്മഹത്യ തുടങ്ങിയ എല്ലാ പാപങ്ങളും നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേവി നമ്മളെയൊക്കെ ആ പാതകങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പാതകങ്ങളെയൊക്കെ നശിപ്പിക്കുന്നു, പാപങ്ങളെ നശിപ്പിച്ച് നമ്മളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ദേവിയെ സ്മരിച്ചാൽ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന പാപങ്ങളെല്ലാം നശിച്ചു പോകുന്നു. അതുകൊണ്ട് ദേവി മഹാപാതകനാശിനി. അടുത്ത മഹാമായ, മഹതിയായിരിക്കുന്ന മായ. അതായത് മായ എന്ന് പറഞ്ഞാൽ തന്നെ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണുകയും ഉള്ളതിനെ ഇല്ലെന്ന് തെറ്റിദ്ധാരണ, അതാണ് മഹാമായ അല്ലേ. മഹാമായ എന്ന വാക്ക്, മഹാമായയായ ദേവി നമ്മളെ മോഹങ്ങളിലേക്ക് വലിച്ചഴിക്കുന്ന. ഞാൻ മുകളിൽ പറഞ്ഞിരുന്നു, ഓം ജ്ഞാനിനാമഭി ചേതാംസി ദേവി ഭഗവതി ഹിസ ബലാദാകൃഷ്യമോഹായ മഹാമായ പ്രേച്ഛതി. നമ്മളെ ദേവി എത്ര പണ്ഡിതനായാലും ആ പണ്ഡിതന്മാരെയും ജ്ഞാനികളെ പോലും മോഹത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകണു ദേവി. അതുകൊണ്ട് ദേവിക്ക് മഹാമായ എന്ന് പേര്. അപ്പം മഹാജ്ഞാനി അല്ലേ, മഹതിയായിരിക്കുന്ന മഹാമായ. ഇനി മഹാസത്വ, മഹത്തായ സത്വഭാവത്തോടു കൂടിയവൾ. സത്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബലം കൊണ്ടും എല്ലാം കൊണ്ടും ശുദ്ധ സത്വമാണ് ദേവി. ഈ മഹാസത്വം എന്ന് പറഞ്ഞപ്പോൾ ഓർക്കാണ്, സത്വഭാവം ദേവിയാണ്. ഭൂതപ്രേത പിശാചുക്കളൊക്കെ അശുദ്ധ ഭാവമാണ്. അപ്പോൾ ശുദ്ധ സത്വമായിരിക്കുന്നവൾ മഹാസത്വ, മഹത്തായ സത്വഭാവത്തോടു കൂടിയവൾ എന്നർത്ഥം. അടുത്തത് മഹാശക്തി, മഹത്തായ ശക്തിയുള്ളവൾ. ആയുധം, ബലം, സാമർഥ്യം ഇതെല്ലാം കൊണ്ടും ശക്തിയുള്ളവളാണ് ദേവി. അതുകൊണ്ട് മഹാശക്തി എന്ന് ദേവിക്ക് പേര്. അടുത്തത് മഹാരഥി. രതി എന്ന് പറഞ്ഞാൽ കാമദേവൻ്റെ പത്നി രതീദേവി. പിന്നെ ആത്മജ്ഞാനം, അതും രതിയാണ്. ഈ വിഷയരതിയല്ല, വിഷയരതിയൊന്നും ഇല്ലാത്തവൾ, ആത്മജ്ഞാനമുള്ളവൾ. മഹാരഥി, മഹത്തായ രതികളോടുകൂടിയവൾ. രതി എന്ന് പറഞ്ഞാൽ താല്പര്യം എന്നും അർത്ഥമുണ്ട്. രതികൾക്ക് കുറേ അർത്ഥമുണ്ട്. അപ്പോൾ ഇതിൽ താല്പര്യം
എന്ന് എടുക്കാം. അപ്പം മഹത്തായ രതികളോടുകൂടിയവൾ എന്നർത്ഥം. ഈ ശ്ലോകത്തിൽ മഹാരൂപ, വളരെ ശ്രേഷ്ഠമായ രൂപത്തോടു കൂടിയവൾ, മഹാപൂജ്യായ എല്ലാവരാലും പൂജിക്കപ്പെടുന്നവൾ, മഹാപാതകനാശിനി, പാതകങ്ങളെ നശിപ്പിക്കുന്നവൾ, മഹാമായ, മഹതിയായിരിക്കുന്ന, മായയായിരിക്കുന്ന എല്ലാ മായാരൂപിണി ആണ് ദേവി. അടുത്തത് മഹാസത്വ, മഹത്തായ സത്വഭാവത്തോടു കൂടിയവൾ, മഹാശക്തി, മഹത്തായ ശക്തിയുള്ളവൾ, മഹാരതി, മഹത്തായ രതികളോടു കൂടിയവൾ. അപ്പോൾ ഈ ശ്ലോകം മഹാരൂപ, മഹാപൂജ്യ, മഹാപാതകനാശിനി, മഹാമായ, മഹാസത്വ, മഹാശക്തിർ, മഹാരതി. അടുത്ത ശ്ലോകം മഹാഭോഗ, മഹൈശ്വര്യ, മഹാവീര്യ, മഹാബല, മഹാബുദ്ധിർ, മഹാസിദ്ധി, മഹായോഗീശ്വരേശ്വരി. മഹാഭോഗ, ഇതിലും 7 നാമങ്ങളാണ്. മഹാഭോഗ, മഹൈശ്വര്യ, മഹാവീര്യ, മഹാബല, മഹാബുദ്ധി, മഹാസിദ്ധി, മഹായോഗീശ്വരീശ്വരി. 7 നാമങ്ങൾ. ഇവിടെ മഹാഭോഗ, ഭോഗം അതായത് ബ്രഹ്മാനന്ദം, അതാണ് ഏറ്റവും വലിയ ഭോഗം. അപ്പം പിന്നെ ഭോഗ എന്നുള്ളതിന് കുറേ അർത്ഥങ്ങളുണ്ട്. അതിൽ വിസ്താരമുള്ളവൾ, എല്ലാ ഭോഗങ്ങളും സുഖങ്ങളുമുള്ളവൾ എന്നൊക്കെ അർത്ഥം. പിന്നെ എല്ലാ ഭോഗങ്ങളുടെയും ഉറവിടം ദേവിയാണ്. അപ്പം മഹത്തായ ഭോഗവസ്തുക്കളോട് കൂടിയവ, അതെല്ലാം ദേവിയിലുണ്ട്. അതുകൊണ്ട് ദേവിക്ക് മഹാഭോഗ എന്ന് നാമം. ഇനി ഭോഗം എന്ന് പറഞ്ഞാൽ വിസ്താരമെന്നും, പിന്നെ ചിന്താമണി പോലെയുള്ള മഹത്തായ ഇതൊക്കെ ഗുണങ്ങളെല്ലാം ആയിരിക്കുന്നവൾ, ചിന്താമണി ഗ്രഹത്തിൻ്റെ ഉടമയായിരിക്കുന്നവൾ, എല്ലാ ഭോഗങ്ങളും അല്ലേ. ചിന്താമണി പോലെയുള്ള ചിന്താമണി ഗ്രഹത്തിലാണ് ദേവി ചിന്തിക്കുന്നതെല്ലാം കൊടുക്കുന്ന ഗ്രഹമാണ് ദേവിയുടെ ഇരിപ്പിടം. അപ്പം മഹത്തായ ഭോഗ വസ്തുക്കളോട് കൂടിയവൾ, ഐശ്വര്യം, മഹത്തായ ഐശ്വര്യത്തോടു കൂടിയവൾ. മഹത്തായ ഐശ്വര്യങ്ങൾ, ഐശ്വര്യങ്ങൾ, എല്ലാ ഐശ്വര്യത്തോടും കൂടിയവൾ. ഇനി മഹാവീര്യ, വീര്യങ്ങൾ, അതായത് വീര്യം എന്ന് പറഞ്ഞാൽ പൊട്ടൻസി, പ്രഭാവം, ശക്തി, സാമർഥ്യം ഒക്കെ അതിൻ്റെ അർത്ഥം. അപ്പം ഏറ്റവും പ്രഭാവമുള്ളവൾ, സാമർഥ്യമുള്ളവൾ, തേജസ്സുള്ളവൾ എന്നൊക്കെ അർത്ഥം. മഹാബല, അടുത്തത് ശരീരശക്തി, സൈന്യം, എല്ലാ ബലവും നൽകുന്നത് ദേവിയാണ്. അപ്പം മഹാബല എന്ന് ദേവിക്ക് പേര്. അപ്പോൾ ദേവിയുടെ ശക്തി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ദേവി അനുഗ്രഹിച്ചില്ലെങ്കിൽ നമ്മൾക്ക് അനങ്ങാൻ പോലും കഴിയുമോ? ഇല്ല. അപ്പം നമ്മളുടെ എല്ലാം ബലം ദേവി തരുന്നതാണ്. അത് ശരീരബലമായിക്കോട്ടെ, എന്ത് ബലമായിക്കോട്ടെ, എല്ലാ ബലവും ദേവി തരുന്നതാണ്. അപ്പം മഹത്തായ ബലത്തോടു കൂടിയവളാണ് ദേവി. ഇനി മഹാബുദ്ധി, മഹത്തായ ബുദ്ധിയോട് കൂടിയവൾ, ബുദ്ധി സാമർഥ്യമുള്ളവൾ. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നില്ലേ, ബലവാന്മാരുടെ ബലം ഞാനാകുന്നു എന്ന്. അപ്പം ഇവിടെ അത് തന്നെയാണ്. മഹാബുദ്ധി, മഹാബല, മഹത്തായ ബലത്തോടു കൂടിയവൾ. ഇനി മഹാബുദ്ധി, മഹത്തായ ബുദ്ധിയോട് കൂടിയവൾ, ബുദ്ധി സാമർഥ്യമുള്ളവൾ, ബുദ്ധിശക്തിയായിരിക്കുന്നവൾ. മഹാസിദ്ധി, സിദ്ധികൾ, അഷ്ടസിദ്ധികളുള്ളവൾ, മഹത്തായ സിദ്ധികളോട് കൂടിയവൾ. അഷ്ടസിദ്ധികൾ എന്തൊക്കെയാണ്? 8 സിദ്ധികൾ: അണിമ, ലഘിമ, ഗരിമ, ഈശിത്വം, വശിത്വം, അങ്ങനെ 8 എണ്ണം. ആ 8 വീര്യം, യശസ്, ശ്രീ ഒക്കെയാണ്. അതെല്ലാം ഉള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് മഹാസിദ്ധി എന്ന് പേര്. ഇനി അടുത്ത നാമം മഹായോഗീശ്വരേശ്വരി. എല്ലാ യോഗീശ്വരികൾക്കും ഈശ്വരന്മാർക്കും ഈശ്വരിയായവൾ. യോഗങ്ങൾ, അഷ്ടാംഗ യോഗങ്ങൾ,
എന്തൊക്കെ അഷ്ടാംഗയോഗങ്ങൾ? നിയമം, യമം, ആസനം, പ്രാണായാമം, പിന്നെ പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇതെല്ലാമാണ് അഷ്ടയോഗങ്ങൾ. ഇതെല്ലാം ഉള്ള യോഗീശ്വരന്മാർക്കും ഈശ്വരിയായിരിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉള്ളവളാണ് ദേവി. അതുകൊണ്ട് മഹായോഗീശ്വരേശ്വരി, എല്ലാ യോഗീശ്വരന്മാർക്കും ഈശ്വരിയായിരിക്കുന്നവൾ, അല്ലെങ്കിൽ മഹായോഗീശ്വരന്മാർക്കെല്ലാം ഈശ്വരിയായിരിക്കുന്നു. അവരെയൊക്കെ ഈശിക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് മഹായോഗീശ്വരീശ്വരി. അപ്പം ഈ ശ്ലോകത്തിൽ മഹാഭോഗ, മഹത്തായ ഭോഗവസ്തുക്കളോടുകൂടിയവൾ, അല്ലെങ്കിൽ മഹത്തായ സുഖത്തോടു കൂടിയവൾ, മഹ ഐശ്വര്യ, അഷ്ട ഐശ്വര്യങ്ങളുമുള്ളവൾ, മഹത്തായ ഐശ്വര്യത്തോടു കൂടിയവൾ, മഹാവീര്യ, ഏറ്റവും സാമർഥ്യം, തേജസ് ഒക്കെയുള്ളവൾ, ഏറ്റവും പ്രഭാവമുള്ളവൾ, അതായത് സ്വഭാവം, ശക്തി, പ്രഭാവം, ശക്തി, എന്താ പറയുക, സാമർഥ്യം, ഇതെല്ലാം പൊട്ടൻസി എന്ന് ഇംഗ്ലീഷിൽ പറയും. എല്ലാ വീര്യവും തികഞ്ഞവൾ എന്നർത്ഥം. മഹാബല, മഹത്തായ ബലത്തോടു കൂടിയവൾ. മഹാബുദ്ധി, മഹത്തായ ബുദ്ധിയോടു കൂടിയവൾ. മഹാസിദ്ധി, മഹത്തായ സിദ്ധികളോടുകൂടിയവൾ. മഹായോഗീശ്വരേശ്വരി, എല്ലാ യോഗീശ്വരന്മാർക്കും ഈശ്വരിയായിരിക്കുന്നവൾ. അപ്പോൾ ഈ ശ്ലോകം മഹാഭോഗ, മഹൈശ്വര്യ, മഹാവീര്യ, മഹാബല, മഹാബുദ്ധിർ, മഹാസിദ്ധി, മഹായോഗീശ്വരേശ്വരി. ഇനി ഇത് മുഴുവനും ഒന്നും കൂടെ വായിക്കാം. ആദ്യം മുതൽ 51 മുതൽ 55 വരെ. ദുഷ്ടദൂരാ, ദുരാചാരശമനീ, ദോഷവർജിത, സർവജ്ഞ, സാന്ദ്രകരുണ, സമാനാധികവർജിത, സർവശക്തിമയീ, സർവമംഗള, സൽഗതിപ്രദ, സർവേശ്വരീ, സർവമയീ, സർവമന്ത്രസ്വരൂപിണി, സർവയന്ത്രാത്മിക, സർവതന്ത്രരൂപ, മനോന്മനി, മാഹേശ്വരി, മഹാദേവി, മഹാലക്ഷ്മീർമിഡപ്രിയ, മഹാരൂപ, മഹാപൂജ്യ, മഹാപാതകനാശിനി, മഹാമായ, മഹാസത്വ, മഹാശക്തിർമഹാരഥി, മഹാഭോഗ, മഹൈശ്വര്യ, മഹാവീര്യ, മഹാബല, മഹാബുദ്ധിർമഹാസിദ്ധി, മഹായോഗീശ്വരേശ്വരി. സകലം ശ്രീ ദേവ്യാർപ്പണമസ്തു. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ദേവ്യാർപ്പണമസ്തു. അമ്മേ നാരായണ.